കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വരാൻ ദിവസങ്ങൾ മാത്രം. 8ാം പ്രതി നടൻ ദിലീപിന് കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നറിയാൻ ഉറ്റുനോക്കുകയാണ് കേരള ജനത. 8.5 വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത്. നടിയെ ഭീഷണിപ്പെടുത്തി ദൃശ്യങ്ങൾ എടുക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ദിലീപ് ഈ ആരോപണം നിഷേധിക്കുന്നു. 8 വർഷത്തിനുള്ളിൽ ദിലീപിന്റെ ജീവിതത്തിലെ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനപ്രിയ നടനെന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. കരിയറിൽ തുടരെ പരാജയങ്ങൾ വന്നു. പൊതുജനങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതേസമയം ദിലീപിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഇരുവരുടെയും വാദം. ശ്രീലേഖ ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാൻ ആവശ്യത്തിന് തെളിവില്ലെന്നാണ് ശ്രീലേഖയുടെ വാദം. ദിലീപിന് ജയിലിൽ VIP പരിഗണന കൊടുത്തെന്ന ആരോപണം ശ്രീലേഖയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ദിലീപിനെ അറിഞ്ഞതുകൊണ്ടോ അറിയാതെയോ ഈ കേസിൽ പങ്കില്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കുടുംബത്തിനടക്കം ഹരാസ്മെൻ്റ് ഉണ്ടായി. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് 5 വയസ്സ് പ്രായമാകുന്നത് വരെ അതിനൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ടെന്ന് ശ്രീലേഖ എന്ന് പറഞ്ഞത്. ദിലീപ് കേസിലടക്കപ്പെട്ട കാലത്ത് രണ്ടാമത്തെ മകൾ മഹാലക്ഷ്മി പിറന്നിട്ടില്ല. കേസിനും പ്രശ്നങ്ങൾക്കും ഇടയിലാണ് കാവ്യ പ്രസവിക്കുന്നത്. അന്ന് ദിലീപിന് നേരെ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടരുകയാണ്. പോസ്റ്റിന് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്ത് വന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് പെൺകുഞ്ഞ് ജനിച്ചതിൽ എൻ്റെ ആശംസകൾ അറിയിക്കുക. അയാൾ ഒരു സ്ത്രീയോട് ചെയ്ത പ്രവൃത്തി മറ്റൊരു പുരുഷന് മകളോട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മക്കൾക്ക് ഉറപ്പ് കൊടുക്കണം എന്നായിരുന്നു നടി തപ്സി പണുവിൻ്റെ പോസ്റ്റ്. ഇയാളൊരു നടിയെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന ആരോപണമുണ്ട്. ഒരു സ്ത്രീയായി നിങ്ങൾ അയാളെ പിന്തുണച്ച് ലജ്ജിക്കണം. ഞാൻ ബഹുമാനിക്കുന്നു ശ്രീ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് നടി ശ്രീയ ശരൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നടി റായ് ലക്ഷ്മി അന്ന് ഈ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.